ഫ്രണ്ട് ടൂറിട്ട് പോവാം. ഹീറോയിൻ്റെ അവിടെ ഹീറോ പറഞ്ഞു, നീ ഇപ്പം എന്താ ചെയ്യുക, അവൻ പോയല്ലോ സാർ, ഇപ്പം എന്താ ചെയ്യുക സാർ, നീ ചെയ്തോന്ന്. ഹീറോ ഇങ്ങനെ ജോലി ചെയ്തതിന് സെക്യൂരിറ്റി ആയിട്ട് ഡെയിലി ഹീറോ വീൻ്റെ കൂടെ ഉണ്ടാകുന്ന വീക്ക് കോഫി ആവട്ടെ, ഡ്രസ്സ് ആവട്ടോ, ഇങ്ങനെ ഫുഡ് എല്ലാം വീക്ക് ഹെൽപ്പ് ചെയ്യാം. അതുമാത്രം ഹീറോ കൂടെ പോകാറുണ്ട്. ഹീറോയിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട്. അതെ, വീണ്ടും മമ്മി ഒരിക്കൽ ഓഫീസിൽ വന്ന് നോക്കും. വീണ്ടും മമ്മിക്ക് ഡാഡിക്ക് മനസ്സിലായി, ഓ കഥ ഇങ്ങനെ പോന്നു, ശരി പോട്ട്. അങ്ങനെ വീണ്ടും മമ്മിയുടെ ഇവിടെ കണ്ടുക്കാതെ പോയി. അങ്ങനെ വേറെ വയ്യില്ല, ഇവനിക്ക് വയസ്സായിട്ട് പോവാം, വേറെ വയ്യില്ല. ഇവളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞ് അതിനായിട്ട് ആൾക്കാർ വെച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞ് ഇന്ത്യയിൽ പോയി ഹീറോ എവിടെയാണ് പ്ലേസ് മൊത്തം അയച്ച് അങ്ങനെ ഒരു ഗോൾ അവിടെ ഇന്ത്യൻ ഗോളുണ്ട് അവിടെ വെച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു കഴിഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞു. അങ്ങനെ മാത്രമല്ല, അവിടെ ഒരു ഗേൾ ഉണ്ടായിരുന്നു ഹീറോയിൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ, അത് മുമ്പ് സീനിയർ ആയിരുന്നു. ആ സീനിയർക്ക് ഹീറോയിനെ കുറിച്ച് മൊത്തം അറിയും. അത് ആ സീനിയറിനോട് സീനിയർ പറഞ്ഞായിരുന്നു. അതേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ആ സീനിയർ പറഞ്ഞു ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ കുറച്ചാൾ പോയിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഗ്രാമം. ആ സീനിയർ പറഞ്ഞതായിരുന്നു. അവർ പിറകു വന്നായിരുന്നു. അതുകൊണ്ട് സീനിയർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സീനിയർ നടന്ന കാര്യം പറഞ്ഞു. അങ്ങനെ അങ്ങനെ വീണ്ടും മമ്മിക്ക് ഡാഡിക്ക് ഹീറോയിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ വീക്ക് തന്നെ മാരേജ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. അതുകൊണ്ട് വീക്ക് പറഞ്ഞു അങ്ങനെ ഹീറോയിൻ്റെയോട് വീണ്ടും മമ്മി ഡാഡി പറഞ്ഞു, നീ മാരേജ് കഴിക്കാൻ പറ്റും. അത് മാഡം, അതെങ്ങനെ മാം സെറ്റാവും? ഒരു കമ്പനീൻ്റെ ബിസിനസ് മാൻ എങ്ങനെ മാം ഞാൻ മാരേജ് കഴിക്കും? അതൊന്നും സെറ്റാവില്ല എന്ന് ഹീറോയി പറഞ്ഞു. അതുകൊണ്ട് മമ്മി ഡാഡി സമ്മതിച്ചില്ല. നീ എൻ്റെ മകനെ മാരേജ് കഴിച്ചു, നല്ലതാണ്. അതുമാത്രമല്ല, ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത്, മച്ചി നീ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും, വീനിന്നെ സൈറ്റ് അടിക്കുക പോടി. അങ്ങനെ തന്നെ ഹീറോയി പറഞ്ഞത്. ഒരു ഹീറോ യഥാർത്ഥം നോക്കിയായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതേത് നോക്കുന്ന എന്നെന്നാളോ, അങ്ങനെ ഹീറോയ്ക്ക് മനസ്സിലായില്ലായിരുന്നു. ആ ഡേയ്സ് പോകാണെങ്കിൽ ഹീറോയിനെ കെയറിങ് ആയിട്ട് നന്നായിട്ട് നോക്കുക. ഹീറോയ്ക്ക് കുറച്ച് വീന് വരെ ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. വീന് നല്ല ക്യൂട്ടായിട്ട് അങ്ങനെ ഹീറോയെ മനസ്സിലിരിക്കാതിരിക്കുകയാണ്. ഹീറോയിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഹീറോയിനെ ഇന്ത്യയെ വിളിച്ചുകൊണ്ട് വന്ന സീക്രട്ടായിട്ട് ഒരു പ്ലേസ് അവിടെ വെച്ച് ഹീറോയ്ക്ക് മാരേജ് ആയി. ഇന്ത്യ ഡ്രസ് അങ്ങനെ രണ്ടുപേരും ഇന്ത്യനെ അവിടെ നിന്ന് പുറത്തോട്ട് കൊറിയക്ക് വന്നു. ഈ ന്യൂസ് ഹീറോ ഇന്ത്യക്ക് വന്ന ഒരു പ്ലേസിൽ ഒരു കണ്ടത് കാര്യം ഒരാൾ പറഞ്ഞു. അങ്ങനെയായിട്ട് ആ വീട്ടിലെ ഹീറോയിന് ആൻറ്റിക്ക് ടെൻഷനായി. എന്താ അവളെ കണ്ടുപിടിച്ചാൽ ഇവിടെയാണ് അങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നെ അവർ തേടി അവർക്ക് കിട്ടില്ല. ഇവിടെ മിസ്സായോ, ഇനി അവളെ കണ്ടുപിടിക്കാതിരിക്കില്ല, ഇവിടെ തന്നെ അവൾ വരും അങ്ങനെ പറഞ്ഞ് അവർ ടെൻഷനായിരുന്നു ഹീറോയ്ക്ക്. അങ്ങനെ കൊറിയയിൽ പിന്നെ ഹീറോയ്ക്ക് കൊറിയ സൈസ് മാരേജായി. ഇങ്ങനെ ഹീറോയ്ക്ക് കൂടെ ക്ലോസ് ആയിരുന്നു. ഇങ്ങനെ ഹീറോയെ കൂടെ അറിയാം പാട്ട് ഹീറോയെ കൂടെ ഡാൻസ് കളിച്ചായിരുന്നു. ഹീറോയിനെ നല്ല മേക്കപ്പ് ചെയ്ത് നല്ല മോഡൽ ഡ്രസ്സ് ഇടിച്ച് ഹീറോയ്ക്ക് ഫ്രോക്ക് ആണ്. അതുമുതലേ ഫുൾ കൈയല്ല, പകുതി കൈന. അതെങ്ങനെ ഫോട്ടോ ഇൻട്രസ്റ്റ് മൈ വൈഫ് എന്ന് പറഞ്ഞു. ഹീറോയെ മനസ്സിലാക്കും, മൈ ലൈഫ് ഇസ് മൈ ബോസ് എന്ന മനസ്സിലുള്ള ബോസ്. ഇങ്ങനെ ഹീറോ ടൈറ്റിൽസ് ഇങ്ങനെ ഒരു മനസ്സിലുള്ള പറയായിരുന്നു, എന്നെ എത്ര കെയറിങ് ആയിട്ട് നോക്കുക. ഇവിടെ ന്യൂസെല്ലാം പോകാൻ തുടങ്ങി. അതെ, ഹീറോയിൻ്റെ മംഗളയ്ക്ക് പോകുന്ന ചെക്കൻ്റെ മംഗളയ്ക്ക് പോകുന്ന ആ കിളവൻ്റെ മോനിക്ക് ന്യൂസ് കിട്ടിയത്, ഡാഡ് ഇവരാണ് മാരേജ് കഴിക്കാൻ പോകുന്നത് പറഞ്ഞില്ലേ? അങ്ങനെ അയാളുടെ മകന് പറഞ്ഞായിരുന്നു, എന്താ ഇവരാണ് മമ്മിയായിട്ട് വരുന്നത് പറഞ്ഞിട്ടുണ്ടല്ലേ? അങ്ങനെയായിട്ട് ഡാഡ് എന്ന് പറഞ്ഞ ചെക്കൻ കാട്ടി. അതെയല്ലോ ഇവളെന്താ, ആരാ ഇത്? അതെ, നിങ്ങളത് മാരേജ് കഴിച്ച ഒരു കാര്യമില്ല ഡാഡ്, ഇവൾക്ക് ഒരാളോട് മാരേജായി. എന്ത് മാരേജായ? അങ്ങനെ ന്യൂസ്, അത് കുറച്ച് പഴയ ന്യൂസാണ്. ഹീറോയ്ക്ക് ഇപ്പോൾ മാരേജായിട്ട് ബേബീസ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ആ ന്യൂസ് ഇവർക്ക് കിട്ടിയത്. ഇപ്പോൾ ഹീറോയ്ക്ക് ബേബീസ് ഉണ്ട്. അതെ, ഹീറോയ്ക്ക് 4 കുട്ടികളാണ്. അത് 4 കുട്ടികൾ. 4 കുട്ടികളെ വെച്ചതായിരുന്നു ഫസ്റ്റ് ടൈം. അതുകൊണ്ട് ഹീറോയ്ക്ക് 4 ബേബീസ് ഉള്ളത്. 2 ബോയ് ബേബി, 2 ഗേൾ ബേബി. അങ്ങനെയായിട്ട് ഹീറോയി രണ്ടുപേരും 4 കുട്ടികൾ സ്കൂൾക്ക് പോവുക. 6 വയസ്സായി സ്കൂൾക്ക് പോവുക 4 കുട്ടികൾ. ഹീറോയി പറയാൻ തുടങ്ങി, ശരി നിങ്ങളെ ഡാഡിമാർ ടെൻഷനൊന്നും ആക്കണ്ട, 4 പേരും സ്കൂളിൽ നന്നായി പഠിച്ചിട്ട് വരണം. അങ്ങനെ ഹീറോയി വായിക്ക് പറഞ്ഞു ചോദിച്ചായിരുന്നു. ഈ ന്യൂസ് ഇപ്പോൾ കിട്ടിയത് അവർക്ക്. അങ്ങനെ അവർക്ക് ഷോക്കായി, എന്ത് മാരേജായോ, ഇത് എപ്പോഴത്തെ ന്യൂസ് കഴിഞ്ഞ് ന്യൂസ് എപ്പോഴത്തത് അതിലൊന്നും അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ ഹീറോയിൻ്റെ ഫോട്ടോ കാട്ടിയവന് അവർക്ക് മനസ്സിലായി ഹീറോയിക്ക് മാരേജായി. ഹസ്ബൻഡ് എന്ന് കുറച്ച് അവനക്ക് മനസ്സിലായി. കുറച്ച് അതിൽ ഹസ്ബൻഡ് എന്ന് എഴുതിയിട്ട് ബാക്കിയെല്ലാം കൊറിയയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു.
ഈസ് മൈ വൈഫ് എന്ന് ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന് വിളിക്കും. പിന്നെ ഇങ്ങനെയായിട്ട് ആ ഹീറോയിനെ ഡാഡി അല്ല ഹീറോയിൻ്റെ ഡാഡിയുടെ അങ്കിളെല്ലാം തേടാൻ തുടങ്ങി ഹീറോ എവിടെ ഉള്ളത്. അത് കൊറിയയിലുണ്ട്. അങ്ങനെ കൊറിയക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഇതാക്കിയിട്ട് ഹീറോ ഉള്ള പ്ലേസിലേക്ക് അവർ വന്നു. മാത്രം അവർ എവിടെ ഉള്ളതെന്ന് ആ ഹീറോ ഉള്ള കമ്പനിക്ക് വന്നു. ആ കമ്പനിയിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി. വീണോട് മീറ്റ് അങ്ങനെ വഴി പറ്റില്ല. അങ്ങനെ വീ നോക്കും. വീക്ക് മനസ്സിലായി ഇവർ ആരാ. അങ്ങനെ വീ വന്ന് ചോദിച്ചു ആരാ നിങ്ങൾ. ഞാൻ അവളെ അങ്കിൾ ആൻറ്റി, എനിക്ക് അവളെ കാണണം. വി ബാർ നിങ്ങൾ അങ്കിൾ ആൻറ്റിയാ. അങ്ങനെ പേരെന്താന്ന് വി ചോദിച്ചു. പേരുടെ വീക്ക് ടെൻഷൻ ഇവരാണോ ഉള്ളത്. എന്നെ വി പറയാൻ തുടങ്ങി നിങ്ങളെ പേര് ഇതാണോ. അപ്പം എനിക്ക് ഈ പേരുള്ളത് അങ്കിൾ ആൻറ്റിയാണോ. എനിക്ക് ആരും അറിയില്ല. അത് വി അവിടുന്ന് പോകാൻ തുടങ്ങി. അങ്ങനെ വീനെ പിടിക്കാൻ തുടങ്ങി. വീനോട് ഞാൻ അതെ മംഗളായിട്ട് വീൻ്റെ മുമ്പ് ഡാഡി വന്നു. വീണ്ടും മുമ്പ് ഡാഡി വന്ന് പറയാൻ തുടങ്ങി നിങ്ങളാരാ എന്നെ പറഞ്ഞു. അതും നമുക്കൊന്നും അറിയില്ല. അങ്ങനെ അവർ പോകാൻ തുടങ്ങി. അങ്ങനെ അങ്കിൾ ആൻറ്റി പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് ശരി നിങ്ങൾ അവർ ആൻറ്റിയ ഉമ്മയാണ് ആൻറ്റിയാ അങ്കിളായാ നടന്നങ്ങ അവർ ചോദിച്ചു. അതില്ല മോളെ ഹീറോയിനെ പിടിച്ച് വെച്ചിട്ട് അവർ ചോദിക്കാൻ തുടങ്ങി പണം തരാൻ പറ്റും മോളെ. എൻ്റെ മോനിക്ക് മാരേജാണ് അതുകൊണ്ട് പൈസ തരാൻ എൻ്റെ ഹീറോയിനോട് കേട്ടായിരുന്നു. അവർക്കൊരു മകനാണ്. അതെ അവർക്ക് മകനാണുള്ളത്. ഗേളില്ല 3 ആൺകുട്ടികളാണ്. അതുകൊണ്ട് മാരേജ് ചെയ്യിപ്പിച്ച് തരാൻ പറ്റും. അങ്ങനെ ഹീറോയി പറഞ്ഞു നിങ്ങൾ എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടു. അതുമാത്രമല്ല നിങ്ങൾക്ക് ഞാൻ പണം തരുമല്ലോ. എൻ്റെ പണത്തെ നിങ്ങൾ എടുത്തത് ഇത്തത് അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് പറഞ്ഞിട്ട് അവരിന്ന് പോയി. അത് അവർക്ക് ടെൻഷനായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയോട് ആ ഒരു ഭാഗത്ത് വരാൻ പറ്റിയില്ലായിരുന്നു. ഹീറോയി ബേബീസൊക്കെ നോക്കി എന്താ ഇവരാരാ എൻ്റെ മോം എന്ന് അവർ പോയ പിന്നെ മോം ആരാ മോം അത്. ഓ സ്കൂളിൽ അളിക്കുക മോം എന്നൊരു ബേബീസ് ഹാക്ക് ചെയ്തു. ബേബീനോട് ആദ്യം ഹീറോയി പറഞ്ഞു. ഇത് കേട്ട് ബേബിക്ക് ഇനി വന്ന് അവർ കാലിന് കയ്യിനെ പൊളിച്ചോളാതെ ബേബി പ്ലാൻ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഹീറോ ഒരു കുഞ്ഞ് കരയാൻ കേട്ട് ഹീറോയി ഗുഡുഗുഡു ഓടി പോയി നോക്കുമ്പോൾ തൊട്ടിയിലിരുന്ന് കിടാക്ക് കരയാൻ തുടങ്ങി. ബോയ് ബേബി. ഇപ്പം 5 കുട്ടികളാണ് ഇപ്പോൾ വീക്കുള്ളത്. അങ്ങനെ ബി വന്ന് ചോദിച്ചു എന്ത് പറ്റി. ദാ ബേബി കരഞ്ഞ ഇപ്പം നീ നോക്കിക്കോ നീയല്ല ഒരു 5 കുട്ടികളെന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് വീ ചിരിക്കാൻ തുടങ്ങി. അല്ലെ ബി ആണ് ബേബിനെ എന്നാൽ കെയറിങ് എടുത്താണ്. ഇപ്പോൾ ഫാമിലി ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞു. സാർ നിങ്ങൾ ചോദിച്ച ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം സാർ. ഞാനിപ്പോൾ ഫാമിലി ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്തു. ഞാൻ എല്ലാവരും പറഞ്ഞു ഓ വീൻ്റെ വൈഫാണല്ലോ കാണാൻ കുട്ടികളെല്ലാം ഭംഗിയായിട്ടുണ്ട് അത് പറഞ്ഞു. അങ്ങനെ ഹാപ്പി ഫാമിലി ഫോട്ടോസ് എടുത്ത് ഹാപ്പി എൻഡിങ്.